അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2 തിങ്കളാഴ്ച. അസമിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ സിൽച്ചറിൽ ഇന്നലെ പെയ്തത് റെക്കോർഡ് മഴ. 24 മണിക്കൂറിനിടെ 415.8 മില്ലിമീറ്റർ മഴയാണ് സിൽച്ചറിൽ ലഭിച്ചത്. 132 വർഷങ്ങൾക്കിടെ രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു പ്രദേശത്ത് ഒറ്റ ദിവസം ഇത്രയധികം മഴ പെയ്തത്. 1893 രാജ്യത്ത് ഉയർന്ന അളവിൽ മഴ ലഭിച്ചത്. അന്ന് 290.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ അസാമിലെ മിക്ക പ്രദേശങ്ങളിലും പ്രളയസമാന സാഹചര്യമാണുള്ളത്. അസം കൂടാതെ മണിപ്പൂർ, ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും കഴിഞ്ഞ 3 ദിവസത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 34 പേർക്ക് ജീവൻ നഷ്ടമായി. കുട്ടികൾക്ക് അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടാകണമെന്നും അറിവുണ്ടാകുകയും തിരിച്ചറിവില്ലാതിരിക്കുകയും ചെയ്താൽ അത് ദോഷകരമായി ബാധിക്കുമെന്നും അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിധം കുട്ടികളെ വളർത്തിയെടുക്കണമെന്നും അത്തരം വിദ്യാഭ്യാസത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെ മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കലവൂർ സ്കൂളിൽ രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. 9:30 വേദിയിൽ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരവും അരങ്ങേറി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളിലും പ്രവേശനോത്സവം ഇന്ന് രാവിലെ 10 നടന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കെടുതികൾ നേരിട്ട വെള്ളാർമല സ്കൂളിലും മുണ്ടക്കൈ LP സ്കൂളിലും പ്രവേശനോത്സവം നടന്നു. മുണ്ടക്കൈയിൽ 16 കുട്ടികളും വെള്ളാർമലയിൽ 49 കുട്ടികളുമാണ് പുതിയതായി പഠിക്കാനായി എത്തിയത്. ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച ക്ലാസ് മുറികളിൽ പഠിക്കാനായതിന്റെ സന്തോഷം വെള്ളാർമലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുമുണ്ടായിരുന്നു. സന്നദ്ധ സംഘടനയായ കൃപയാണ് വെള്ളാർമലയിലെയും മുണ്ടക്കൈയിലെയും മേപ്പാടിയിലെയും വിദ്യാർത്ഥികൾക്ക് ബാഗും പഠനോപകരണങ്ങളും നൽകിയത്. പ്രവേശനോത്സവത്തിനിടെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയ സംഭവത്തിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ ഡിവിഷൻ നിർത്തലാക്കിയതിലാണ് രക്ഷിതാക്കൾ പ്രധാന അധ്യാപികയെ ഉപരോധിച്ചത്. വിദ്യാർത്ഥികൾ കുറവുള്ളതിനാൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിലനിർത്താൻ സാധിക്കില്ലെന്ന് അധ്യാപകർ വ്യക്തമാക്കി. എന്നാൽ ഡിവിഷൻ നിർത്തുന്ന കാര്യം അറിയിച്ചത് മെയ് 30 മാത്രമാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കണക്ക് വർദ്ധിക്കുന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവാണെന്നും എന്നാൽ മറ്റു രോഗങ്ങൾ ഉള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ദേശീയപാത നിർമ്മാണം നടത്തുന്നത്. 1/2 കിലോമീറ്ററോളം ദൂരത്തിലാണ് വിള്ളൽ വീണത്. KSRTCക്ക് സർക്കാർ സഹായമായി 93.73 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിനായി 73.73 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 20 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ വർഷം ഇതിനകം 343 കോടി രൂപ സർക്കാർ സഹായമായി കോർപ്പറേഷന് ലഭിച്ചുവെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അൻവർ അടഞ്ഞ അധ്യായമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്നലെ അൻവർ പറഞ്ഞത് സാമാന്യ മര്യാദ ലംഘിച്ചുള്ള വാക്കുകളാണ്,
അൻവർ നോമിനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെയെന്നും നാമനിർദ്ദേശ പത്രിക നൽകിയാലും പിൻവലിക്കാൻ ശ്രമിക്കില്ലെന്നും അദ്ദേഹം പിൻവലിച്ചു വന്നാൽ അപ്പോൾ നോക്കാമെന്നും അൻവർ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം LDFും UDFും തമ്മിലെന്ന് മുതിർന്ന CPM നേതാവ് എളമരം കരീം. അൻവർ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ LDFിനെ ബാധിക്കില്ലെന്നും അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ LDFിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും എളമരം കരീം അഭിപ്രായപ്പെട്ടു. LDF UDF മുന്നണികൾക്കെതിരെ വാർത്താസമ്മേളനത്തിൽ ഭീഷണിയുമായി PV അൻവർ. നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവ് കയ്യിലുണ്ടെന്നും വേണ്ടിവന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകി. നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൂട്ടിയെന്നും കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. സഭയുടെ പിന്തുണ പ്രതീക്ഷിച്ചല്ല മോഹൻ ജോർജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസനത്തിലൂന്നിയാണ് BJP മത്സരിക്കുന്നതെന്നും മോഹൻ ജോർജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച തെരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിലെ വിവിധ അംഗങ്ങൾക്ക് നൽകി. എന്നാൽ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നായിരുന്നു നോട്ടീസിന് നൽകിയ മറുപടി. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ തുടങ്ങും. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി 3 ദിവസമാണ് ദില്ലി സുർജിത് ഭവനിൽ യോഗം ചേരുക. ജനറൽ സെക്രട്ടറിയായി MA ബേബി ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് നാളെ തുടങ്ങുന്നത്. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റി. ഈ മാസം 22-ാം തീയതിയാണ് സംഘടനയുടെ അടുത്ത ജനറൽ ബോഡി യോഗം. ഈ യോഗത്തിൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടാവും. കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ, അമ്മ എന്നീ പേരുകൾക്ക് പകരം മാതാപിതാക്കൾ എന്ന് ചേർക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കൾക്ക് അനുകൂലമായി വിധി. അച്ഛൻ, അമ്മ എന്നതിന് പകരം മാതാപിതാക്കൾ എന്ന് രേഖപ്പെടുത്താമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. എറണാകുളം കാലടി പാലത്തിലെ കുഴികൾ പൂർണ്ണമായും ടാർ ചെയ്തു. ഇതോടെ സ്വകാര്യ ബസ്സുകൾ പാലം ബഹിഷ്കരിച്ച് നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. ഇന്നു മുതൽ സർവീസ് പുനരാരംഭിക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം യാത്രാമധ്യേ പാലത്തിന്റെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് അടച്ചിട്ട പൊന്മുടി ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം വീണ്ടും തുറക്കുന്നു. പ്രതികൂല കാലാവസ്ഥ കാരണം 25-ാം തീയതി മുതൽ അടച്ചിട്ടിരുന്ന പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള സന്ദർശനം നാളെ മുതൽ പുനരാരംഭിക്കുന്നതാണെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. KSFE Harmony Chills. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE Harmony Chills. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. കൊച്ചിയിൽ കപ്പൽ മുങ്ങിയത് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് കപ്പൽ കമ്പനി അറിയിച്ചിരുന്നു. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രതി ജ്ഞാനശേഖരനെ ജീവപര്യന്തം തടവ് ശിക്ഷ. ചെന്നൈ മഹിളാ കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കുറഞ്ഞത് 30 വർഷം കഴിയാതെ പുറത്തുവിടരുതെന്നും ജയിലിൽ പ്രത്യേക പരിഗണനകൾ ഒന്നും നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വിവിധ വകുപ്പുകളിലായി 34 വർഷവും 3 മാസവും തടവും വിധിച്ചിട്ടുണ്ട്. പ്രതിക്ക് പരോളോ ശിക്ഷ ഇളവോ നൽകാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ ഈ മാസം 16-ന് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നത് ആലോചിച്ച് കേന്ദ്ര സർക്കാർ.
വിദേശത്ത് പോയ പ്രതിനിധി സഖാംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നൽകുന്ന നിലയിലായിരിക്കും പ്രത്യേക പാർലമെന്റ് സമ്മേളനമെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത് പാകിസ്ഥാൻ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചുവെന്ന് റിപ്പോർട്ട്. ജലം നദിയിലെ മഗ്ല, സിന്ധു നദിയിലെ തർബേല എന്നീ 2 പ്രധാന അണക്കെട്ടുകളിലെ സംഭരണികളിൽ വലിയ ഇടിവുണ്ടായത് ഖാരിഫ് വിളകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പാക് കർഷകർ ആശങ്കപ്പെടുന്നു. ഇന്ത്യ ചിനാബ് നദിയിലൂടെയുള്ള ജലമൊഴുക്ക് വെട്ടിക്കുറച്ചെന്ന വാദവുമായി പാകിസ്ഥാൻ. സാധാരണയേക്കാൾ സീസണിലെ ജലമൊഴുക്ക് 21% കുറഞ്ഞെന്നാണ് പാകിസ്ഥാന്റെ വാദം. സംഭരണികളിലെ വെള്ളത്തിന്റെ അളവിൽ 50% കുറവുണ്ടായെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ യഥാർത്ഥ വിഷയം അവഗണിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി. 2024 ഓഗസ്റ്റിൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിൽ നിരോധിത പാകിസ്ഥാൻ ഭീകരസംഘടനയായ ജമാഅത്ത് ഉദ് ദവ നേതാക്കൾ പ്രധാന പങ്കുവഹിച്ചതായി റിപ്പോർട്ടുകൾ. സംഘടനയുടെ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി മുസമ്മിൽ ഹാഷ്മിയുടെ പരാമർശമാണ് പുതിയ വിവാദത്തിന് കാരണം. കഴിഞ്ഞ വർഷം ഞങ്ങൾ നിങ്ങളെ ബംഗ്ലാദേശിൽ പരാജയപ്പെടുത്തിയെന്ന് ഇന്ത്യയെ ഉദ്ദേശിച്ച് സംഘടനയുടെ നേതാവായ മുസമ്മിൽ ഹാഷ്മി പറഞ്ഞതായി PTI റിപ്പോർട്ട് ചെയ്തു. യുഎസിലെ കൊളറാഡോയിൽ ഇസ്രായേൽ അനുകൂലികൾ നടത്തിയ പരിപാടിക്ക് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി FBI. പേൾ സ്ട്രീറ്റ് മാളിന് സമീപം ഇസ്രായേൽ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്തവർക്ക് നേരെ മോളോട്ടോ കോക്ടെയിലുകൾ എറിഞ്ഞത് 45-കാരനായ മുഹമ്മദ് സാബ്രി സോളിമാൻ എന്നയാളാണെന്ന് FBI തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സോളിമാൻ പ്രകടനക്കാർക്കു നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുകയും ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ ഉടമസ്ഥതയിലുള്ള ബാംഗ്ലൂരുവിലെ പബ്ബിനെതിരെ കേസ്. കോഹ്ലിയുടെ 18 കമ്മ്യൂൺ പബ്ബിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പബ്ബിനുള്ളിൽ പുകവലിക്കുന്നവർക്കു വേണ്ടി പ്രത്യേകമായി സ്മോക്കിംഗ് ഏരിയ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കബ്ബൺ പാർക്ക് പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. രാജീവ് ശുക്ല BCCI ഇടക്കാല പ്രസിഡന്റ് ആയേക്കുമെന്ന് റിപ്പോർട്ട്. നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നി 70 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ സ്ഥാനം ഒഴിയും. BCCIയുടെ ഭരണഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി 70 വയസ്സാണ്. നിലവിൽ വൈസ് പ്രസിഡന്റായ ശുക്ല പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും വരെ ചുമതല വഹിക്കും എന്നാണ് സൂചന. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.